അപ്പം നിങ്ങൾ കണ്ട ചാലിയം ബീച്ചൊന്നല്ല കേട്ടോ ഇപ്പോഴത്തെ പുതിയ ചാലിയം ബീച്ച്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ചാലിയം ബീച്ചിലാണ്. ഇതാണ് ചാലിയം ബീച്ചിൻ്റെ പുതിയ മുഖം. അപ്പോൾ ഈ ചാലിയം ബീച്ചിൻ്റെ ഡ്രോൺ വീഡിയോകളാൽ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ചാലിയം ബീച്ചിനോട് ചേർന്നുള്ള ഫിഷ് മാർക്കറ്റിൽ ഇതാ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മീനില്ല കേട്ടോ. ആകെ 1-2 ആൾക്കാർ ചെറിയ കുറച്ച് മീനുകളായിട്ട് മാത്രമേ മാർക്കറ്റിലുള്ളൂ. ചാലിയം ബീച്ചിലേക്ക് നടക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ബേപ്പൂർ ബീച്ചിൻ്റെ പുലിമുട്ടിൻ്റെ കാഴ്ചകൾ കാണാം. ഇതാണ് പുതിയ ചാലിയം ബീച്ചിൻ്റെ കവാടം, ഓഷ്യാനസ് ചാലിയം എന്ന പേരുള്ളത്. ഇവിടെ നിന്നാണ് ബോട്ട് സർവീസുകളൊക്കെ ആരംഭിക്കുന്നത്. സ്പീഡ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ ഈ ഒരു പുലിമുട്ടിന് 2 സൈഡിലും ഒരു സേഫ്റ്റി വാളെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ഉണ്ടാക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ ചാലിയം ബീച്ചിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ. ബീച്ചിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇതുപോലുള്ള ധാരാളം ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കുടിലുകളിലൊക്കെ ഇനി ഷോപ്പുകൾ വരികയാണോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏതായാലും ഇപ്പോൾ ഒന്നുമില്ല, ആ കുടിലുകളിലൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കുടിലുകളുടെ കാഴ്ച. കാറുമായിട്ട് ബീച്ചിലേക്ക് വരുന്നവർ ആ ഗേറ്റ് വരെ വരാൻ കഴിയുള്ളൂ. പക്ഷേ ബൈക്കും സ്കൂട്ടറുമായി വരുന്നവർക്ക് ഇതുവരെ പോയി വരാൻ പറ്റുന്നുണ്ട്. ഒരു വൈകുന്നേരത്തെ ബീച്ചിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ്. അതുപോലെ ഇപ്പം ഇവിടുന്ന് നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമുക്ക് ബീച്ചിൻ്റെ കാഴ്ച ആസ്വദിക്കാം. അപ്പോൾ അതിൻ്റെ ഡ്രോൺ കാഴ്ചകളാണ് ഇനി കാണുന്നത്. ബീച്ചിൽ ഇതുപോലെ ചെറിയ കടകളുണ്ട്, തട്ടുകടകളുണ്ട്. അത്യാവശ്യം സ്നാക്സ്, അതുപോലെ ജ്യൂസ്, വെള്ളങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ കടകൾ ഇവിടെ ഉണ്ട്. മുമ്പുണ്ടായിരുന്ന പോലെയല്ല, ഇപ്പോൾ അത്യാവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ടോയ്ലറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ടോയ്ലറ്റുകളുണ്ട്, വെള്ളമുണ്ട്, സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഈ ഇൻ്റർലോക്ക് പതിച്ച ഈ ഒരു സ്ട്രീറ്റിൽ ഇരുന്നിട്ട് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. വേണമെങ്കിൽ ഇനി നേരിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഈ അടുത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഈ പുലിമുട്ടിൻ്റെ എൻഡിലേക്ക് വന്നതാണ്. ഈ വൈകുന്നേരങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ, ഈ കാഴ്ച കാണുന്നത് തന്നെ ഭയങ്കര മനോഹരം. അത് അവിടെ ആളുകളൊക്കെ ഈ കല്ലിലൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട്. അത് അങ്ങനെയൊന്നും ചെയ്യരുത്, അപകടമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഡ്രോൺ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്.
അപ്പോൾ നമ്മൾ ചാലിയം സൈഡിൽ നിന്ന് ഡ്രോൺ പറത്തിയിട്ട് ഇപ്പോൾ ഈ കാണുന്നത് ബേപ്പൂർ സൈഡിലുള്ള ഈ പുലിമുട്ടിൻ്റെ കാഴ്ചകളാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഫറൂഖ് ചുറ്റി നമ്മൾ ചാലിയത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരമുണ്ട്. അതല്ലെങ്കിൽ ഏകദേശം 10 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ വന്നാൽ നമുക്ക് ബേപ്പൂർ വരാം. ബേപ്പൂരിൽ നിന്നും ചാലിയത്തിനും ഇടയിൽ ജങ്കാർ സർവീസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജങ്കാർ സർവീസ് ഉണ്ട്. അതുവഴിയും നമുക്ക് ചാലിയത്തിലേക്ക് എത്താം. ഫറൂഖിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ചാലിയം ബീച്ചിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ചാലിയം ബീച്ച്? സൂപ്പറല്ലേ? അപ്പം തന്നെ ഒന്ന് പോന്നോളൂ കേട്ടോ ചാലിയം ബീച്ചിലേക്ക്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.